നമ്മുടെ നാലാമത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നമ്മൾ പേ ഫിക്സേഷനിലേക്ക് പോവുകയാണ്. KSR പഠിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഏറ്റവും ടഫായിട്ട് പറയുന്ന രണ്ട് സാധനങ്ങളിൽ ഒന്നാണ് പേ ഫിക്സേഷനും TA. ഇത് രണ്ടുമാണ് ഏറ്റവും ടഫായിട്ടുള്ളത്. അതുകൊണ്ട് പേ ഫിക്സേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നമുക്കിടാം. നിങ്ങൾ വീഡിയോകളൊക്കെ കാണുന്നു എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ പറയുകയും ചെയ്യാം. മെച്ചപ്പെടുത്താനുള്ള മറ്റ് കാര്യങ്ങൾ സംശയങ്ങൾ ചോദിക്കേണ്ട. സംശയങ്ങൾ ചോദിക്കാൻ ഞാൻ അവസരം തരാം. സംശയങ്ങൾ ചോദിക്കാൻ ഗ്രൂപ്പിൽ പറയുമ്പോൾ മാത്രം സംശയങ്ങൾ ചോദിക്കാം. സോ പേ ഫിക്സേഷൻ ആവും. ഈ പേ ഫിക്സേഷൻ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരുടെയും ഒരു ധാരണ പേ ഫിക്സ് ചെയ്യേണ്ടത് ഒരാൾക്ക് പ്രൊമോഷൻ ആകുമ്പോഴാണ് എന്നാണ്. അങ്ങനെയല്ല. പേ പല സന്ദർഭത്തിൽ ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. യഥാർത്ഥത്തിൽ KSR പ്രകാരം ഒരു 9 തവണയെങ്കിലും 9 വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ നമുക്ക് പേ ഫിക്സ് ചെയ്യേണ്ടി വരാറുണ്ട്. ഒന്നാമത്തത്, ഒരാൾ സർവീസിൽ കയറുമ്പോൾ അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി സർവീസ് പേ ഫിക്സ് ചെയ്യണം. രണ്ടാമത്, ഏണിംഗ് ഓഫ് ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ അയാളുടെ പേ ഫിക്സ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്, ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ പേ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. നാലാമത്, ഒരാൾ പ്രൊമോഷൻ ആകുമ്പോൾ പേ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അഞ്ചാമത്, അയാൾ റിവേർട്ട് ചെയ്താൽ പേ ഫിക്സ് കൊടുക്കേണ്ടി വരും. ഇനി ആറാമത് വരുന്നത്, ഒരാൾ പ്രൊമോഷൻ അല്ലാതെ ഒരു ഹയർ പോസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ആകുമ്പോൾ, പ്രൊമോഷൻ അല്ലാതെ മറ്റൊരു പോസ്റ്റിലേക്ക് ഹയർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ. രണ്ടാമത്, റിവേർഷൻ അല്ലാണ്ട് ലോവർ പോസ്റ്റിലേക്ക് പോകുമ്പോൾ. അപ്പം ഇപ്പം എത്ര എണ്ണമായി? 6. ഇനി അടുത്ത് വരുന്നത് പേ റിവിഷൻ, അതിൻ്റെ സമയത്ത്. പിന്നെ വരുന്നത് അറ്റ് ദ ടൈം ഓഫ് പേ റിവിഷൻ കഴിഞ്ഞാൽ ലാസ്റ്റ് വരുന്നത് നമ്മളുടെ പോസ്റ്റിൻ്റെ അപ്ഗ്രഡേഷൻ. ഇത്രയും സന്ദർഭങ്ങളിൽ നമ്മൾ പേ ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. ഒന്ന് തുടക്കത്തിൽ ബിഗിനിങ് ഓഫ് സർവീസ്, 2 ഏണിംഗ് ഓഫ് ഇൻക്രിമെന്റ്, 3 അറ്റ് ദ ടൈം ഓഫ് ഡിക്ലറേഷൻ ഓഫ് പ്രൊബേഷൻ, 4 അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ, അടുത്തത് അറ്റ് ദ ടൈം ഓഫ് റിവേർഷൻ 5ആയി, 6 അറ്റ് ദ ടൈം ഓഫ് അപ്പോയിൻമെന്റ് ടു എ ഹയർ പോസ്റ്റ് അതർ ദാൻ പ്രൊമോഷൻ, 7 അപ്പോയിൻമെന്റ് ടു എ ലോവർ പോസ്റ്റ് അതർ ദാൻ റിവേർഷൻ, 8 അറ്റ് ദ ടൈം ഓഫ് പേ റിവിഷൻ, 9 അറ്റ് ദ ടൈം ഓഫ് അപ്ഗ്രഡേഷൻ ഓഫ് ദി പോസ്റ്റ്. ഇങ്ങനെ 9 സന്ദർഭങ്ങളിൽ നമ്മൾ പേ ഫിക്സ് ചെയ്ത് കൊടുക്കണം. പക്ഷെ സാധാരണഗതിയിൽ എല്ലാവരും പേ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് പ്രൊമോഷൻ മാത്രമാണ് പറയുക. അങ്ങനെയല്ല. ഇതെല്ലാം പഠിക്കണം. ഇതെല്ലാം തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് പോകാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞത് അറ്റ് ദ ടൈം ഓഫ് ബിഗിനിങ് ഓഫ് സർവീസ്. ഒരാളുടെ സർവീസ് ബിഗിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് പേ ഫിക്സ് കൊടുക്കേണ്ടത്? സിമ്പിളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെ ഫിക്സ് ചെയ്യേണ്ടത് വളരെ ഒന്നും നോക്കാനില്ല. അയാൾ ജോയിൻ ചെയ്യണ പോസ്റ്റിൻ്റെ സ്കെയിൽ നോക്കുക. അതായത് ടൈം സ്കെയിൽ, നമ്മൾ പറയാം ടൈം സ്കെയിൽ നോക്കുക. അതിൻ്റെ ഏറ്റവും ലോവർ തുടക്കം അങ്ങോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാനത് പറഞ്ഞു പോയെന്ന് മാത്രം. അതായത് ടൈം സ്കെയിലിൻ്റെ അഥവാ സ്കെയിൽ ഓഫ് പേയുടെ മിനിമത്തിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. ഓക്കെ, ഇതാണ് തുടക്കത്തിൽ. ഇത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു. പിന്നെ ജോയിനിങ് എ പോസ്റ്റ്, അപ്പോൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്ത് കൊടുക്കേണ്ടതെന്നാണ് ഒന്നാമത്തെ. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത് വരുന്നത് അറ്റ് ദ ടൈം ഓഫ് ഏണിംഗ് ഇൻക്രിമെന്റ്. ഇവിടെ ഒന്ന് അല്പം നമ്മൾ വിശാലമായിട്ട് പഠിക്കണം. അതിനു മുമ്പ് 2 കഴിഞ്ഞ തവണ ഞാൻ പറഞ്ഞപ്പോൾ 2 ഡെഫിനേഷൻ പറഞ്ഞപ്പോൾ ഡെഫിനേഷനായിട്ട് ചോദിക്കാത്ത 2 ഡെഫിനേഷൻ ഉണ്ട്. പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇന്നലെ ചോദിക്കാത്തതാണെങ്കിലും അറിഞ്ഞിരിക്കണം. അത് 2 ഇതാണ്. ഒന്ന് ഡ്യൂട്ടി പോയിന്റ്, 2 ഹെഡ് ക്വാർട്ടേഴ്സ്. ഇത് രണ്ടും ഡെഫിനേഷനായിട്ട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ഇതിന്റെ പ്രയോഗത്തിലും വരാറില്ല. പക്ഷെ നമ്മൾ ഈ പേ ഫിക്സേഷനും അതും ഇതൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഒന്നാമത് പറഞ്ഞത് ഹെഡ് ക്വാർട്ടേഴ്സും ഡ്യൂട്ടി പോയിന്റും. എന്താണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ? ഒരാളെ അപ്പോയിന്റ് ചെയ്തു. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഗിനിങ് ഓഫ് സർവീസ്, അയാൾ ഒരു ഓഫീസിൽ നിന്ന് ജോയിൻ ചെയ്യുന്നു. ആ ഓഫീസാണ് അയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അല്ലാണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ കോർപ്പറേറ്റ് ഓഫീസൊന്നും അല്ല. നമ്മളുടെ എവിടെയാണോ നമ്മൾ ജോലി സ്ഥിരമായിട്ട് ചെയ്യുന്ന ആ സ്ഥലത്തെയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു കാര്യമുണ്ട്.
ആ ഓഫീസ് ഇരിക്കുന്ന സ്ഥലത്തിന്റെ 8 കിലോമീറ്റർ റേഡിയസിനെ നമ്മൾ എന്ത് വിളിക്കും? ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയും. അപ്പോൾ വാട്ട് ഈസ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെയാണോ നമ്മുടെ ഓഫീസ് അതിന് 8 കിലോമീറ്റർ റേഡിയസിലുള്ള എല്ലാ പ്രദേശങ്ങളും ഹെഡ് ക്വാർട്ടേഴ്സ് എന്നാണ് പറയുക. സിറ്റി ലിമിറ്റ്സിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ എറണാകുളം, കോഴിക്കോട്, പിന്നെ ട്രിവാൻഡ്രം ഇങ്ങനത്തെ സിറ്റികളിൽ ആ സിറ്റി ലിമിറ്റാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഒന്നും ഓർത്തിരിക്കുക. ഇത് നിർവചനമായിട്ട് പഠിക്കാനൊന്നുമല്ല, ചോദിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ നിങ്ങൾക്ക് ഇത് അറിഞ്ഞാലേ നമുക്ക് ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. അടുത്തൊരു വാക്ക് ഞാൻ പറഞ്ഞു, ഡ്യൂട്ടി പോയിന്റ്. എന്താണ് ഡ്യൂട്ടി പോയിന്റ് എന്ന് വെച്ചാൽ, സാധാരണ നമ്മൾ എവിടെയാണ് ഡ്യൂട്ടി ചെയ്യുന്നത് അതിനെ ഡ്യൂട്ടി പോയിന്റ് എന്ന് വിളിക്കും. സാധാരണ എവിടെയാണ് നമ്മൾ ഡ്യൂട്ടി ചെയ്യുക? സാധാരണ നമ്മൾ ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മുടെ ഓഫീസിലാണ്. അപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലോ ഡ്യൂട്ടി ചെയ്യുക. പക്ഷേ സപ്പോസ് യു ആർ നിങ്ങളെ ഒരു എന്താ പറയുക ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്തു. യു ആർ ആസ്ക്ഡ് ടു ഗോ ഫോർ ദ ട്രെയിനിങ്. ഇപ്പോൾ KSFE ട്രെയിനിങ്ങിന് ഇപ്പോൾ എറണാകുളത്ത് പോയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോയെന്നിരിക്കട്ടെ. ആ ട്രെയിനിങ് നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഡ്യൂട്ടി ചെയ്യുകയാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സിലല്ല. പകരം ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എറണാകുളത്താണ് റീജിയണൽ ഓഫീസിൽ വെച്ച് ട്രെയിനിങ്ങിന് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ ആ റീജിയണൽ ഓഫീസാണ് നിങ്ങളുടെ ഡ്യൂട്ടി പോയിന്റ്. പക്ഷേ അപ്പോൾ നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് മാറില്ല, നിങ്ങളുടെ ഓഫീസാണ്. ഡിഫറൻസ് മനസ്സിലാക്കണം. ഹെഡ് ക്വാർട്ടേഴ്സിലാണ് സാധാരണഗതിയിൽ നമ്മൾ ഡ്യൂട്ടി ചെയ്യുക, അത് തന്നെയാണ് ഡ്യൂട്ടി പോയിന്റും. പക്ഷെ നിങ്ങളെ താൽക്കാലികമായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റിയാൽ അവിടെയാണ് ഡ്യൂട്ടി പോയിന്റ്. പക്ഷെ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ്. ഇപ്പോൾ മാനേജേഴ്സ് കോൺഫറൻസ് അല്ലെങ്കിൽ നമ്മുടെ ഡിഫോൾട്ടിൻ്റെ കോൺഫറൻസ് വിളിച്ചു. കോൺഫറൻസ് വിളിക്കുമ്പോൾ റീജിയണൽ ഓഫീസിൽ വെച്ചാൽ ഇരിക്കട്ടെ. റീജിയണൽ ഓഫീസിൽ നിങ്ങൾ പോയാൽ നിങ്ങളുടെ ഡ്യൂട്ടി പോയിന്റ് ആ റീജിയണൽ ഓഫീസും നിങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നിങ്ങളുടെ ബ്രാഞ്ചുമാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ട്രിവാൻഡ്രം മെയിൻ ബ്രാഞ്ചിലെ ഒരു അസിസ്റ്റന്റിനെ നിങ്ങൾ ഒരു ട്രെയിനിങ്ങിന് വിട്ടുന്നിരിക്കട്ടെ കൊല്ലത്തേക്ക്, അല്ലെങ്കിൽ തിരിച്ചാകാം നമുക്ക്. കൊല്ലത്തെ ഒരു അസിസ്റ്റന്റ്, കൊല്ലം മെയിൻ ബ്രാഞ്ചിലെ അസിസ്റ്റന്റിനെ ട്രെയിനിങ്ങിനായിട്ട് ട്രിവാൻഡ്രം റീജിയണൽ ഓഫീസിലേക്ക് വിട്ടുവന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വിട്ടുവന്നിരിക്കട്ടെ. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണല്ലോ നമ്മൾ ഈയിടെയായിട്ട് ട്രെയിനിങ് നടത്തുന്നത്. അങ്ങോട്ട് വിട്ടുവന്നിരിക്കട്ടെ. ഇവിടെ എന്താ സംഭവിക്കുക? അയാൾ അവിടെ പോയി 3 ദിവസം 4 ദിവസം ഇരിക്കണം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അപ്പോൾ അറിയേണ്ട ഒരു കാര്യം, ഇയാളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് അപ്പോഴും കൊല്ലം മെയിൻ ബ്രാഞ്ചും ഇയാളുടെ ഡ്യൂട്ടി പോയിന്റ് അത്രയും ദിവസം ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതായത് ഓഫീസർ എവിടെ നിൽക്കുന്നു അത് ഡ്യൂട്ടി പോയിന്റാണ്, ഡ്യൂട്ടി ചെയ്യുന്നു. തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മുടെ അടുത്ത പോയിന്റിലേക്ക് എത്താം. അടുത്ത ഫിക്സേഷൻ, ഒന്നാമത്തെ ഫിക്സേഷൻ നമ്മൾ കഴിഞ്ഞു. ബിഗിനിങ് ഓഫ് സർവീസ് പറഞ്ഞു. ഇനി അടുത്തത് ഏണിംഗ് ഓഫ് ഇൻക്രിമെന്റ്. അപ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യാം? അപ്പോൾ ഏണിംഗ് ഓഫ് ഇൻക്രിമെന്റിൽ നമ്മൾ പേ ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് വാട്ട് ഈസ് ഇൻക്രിമെന്റ് എന്നൊരു ബോധം ഉണ്ടാവും. എന്താണ് ഇൻക്രിമെന്റ്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിൽ ഒന്നുകൂടെ ഓർപ്പിക്കുക. ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ പീരിയോഡിക്കൽ റൈസ് ഇൻ ദ റേറ്റ് ഓഫ് പേ ഓൺ എ ടൈം സ്കെയിൽ. അതാണ് അതിൻ്റെ നിർവചനം പറയാം. പീരിയോഡിക്കൽ റൈസ് ഓഫ് റേറ്റ് ഓഫ് പേ ഓൺ എ ടൈം സ്കെയിൽ. ടൈം സ്കെയിലുള്ള പീരിയോഡിക്കൽ ഉണ്ടാകുന്ന റൈസിനെ, ഉയർച്ച, അതിനെയാണ് ഇൻക്രിമെന്റ് എന്ന് വിളിക്കുക. നിങ്ങൾക്കറിയാം, ഇൻക്രിമെന്റിന്റെ വാക്കറിയാം, പക്ഷെ അതിന്റെ നിർവചനം ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഇവിടെ സാധാരണ ഈ പീരിയോഡിക്കൽ റൈസ്, ഏതാണ് ഈ പീരിയോഡ്? അല്ലെങ്കിൽ എത്ര പീരീഡ് കൊണ്ടാണ് നമുക്ക് ഇൻക്രിമെന്റ് കിട്ടുക? സിമ്പിൾ, 12 months. 12 months കൊണ്ട് ഒരാൾക്ക് ഇൻക്രിമെന്റ് ഏൺ ചെയ്യും. അങ്ങനെ ഇൻക്രിമെന്റ് ഏൺ ചെയ്യുമ്പോൾ എങ്ങനെ ഫിക്സ് ചെയ്യാമെന്നാണ്. കേൾക്കുമ്പോഴൊക്കെ വളരെ സിമ്പിളായ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യം, ഇൻക്രിമെന്റ് എങ്ങനെ ഏൺ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ പഠിക്കേണ്ടത്. പ്രധാനപ്പെട്ട 2 റൂൾ ഇവിടെ പഠിക്കണം, ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പം ഇൻക്രിമെന്റിനെ സംബന്ധിച്ച് 2 പ്രധാനപ്പെട്ട റൂളുകളുണ്ട്. ഒന്ന്, GD, ഗവൺമെന്റ് ഡിസിഷൻ നമ്പർ 1 അണ്ടർ റൂൾ 31. ഇവിടെ ഒരു കാര്യം ഓർക്കുക, KSRന്റെ റൂൾ പറയുമ്പോൾ അത് ഏത് പാർട്ടിൽ നിന്നാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ആ റൂളിന് മാർക്ക് കിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് അതൊന്നും എഴുതേണ്ടി വരുന്നില്ല എങ്കിൽ പോലും KSR പറയുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് പറയും. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വന്ന റൂള് ഗവൺമെന്റ് ഡിസിഷൻ അണ്ടർ റൂൾ 31 പാർട്ട് 1 KSR. പാർട്ട് 1 നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഈ GD എന്ന് നമ്മൾ ഷോർട്ട് ഫോം പറയും. ഗവൺമെന്റിന്റെ ഒരു ഡിസിഷനാണ്. റൂൾ 31 എന്നൊരു റൂളുണ്ട്. ആ റൂൾ 31ന്റെ അണ്ടറിൽ കുറെ പ്രൊവിസോയുണ്ട്, പ്രൊവിഷൻസ്, ഗവൺമെന്റ് ഡിസിഷൻ ഉണ്ട്, ഇങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അതിനകത്ത് ഗവൺമെന്റ് ഡിസിഷൻ നമ്പർ 1 പറയുന്നത് എന്താ വെച്ചാൽ, എല്ലാവരുടെ ഇൻക്രിമെന്റ് ഏത് മാസമാണ് ഡ്യൂ ആകുന്നത് ആ മാസം 1-ാം തീയതി വെച്ച് കൊടുക്കണം. നിങ്ങൾക്ക് ശമ്പളം വരുമ്പോൾ നിങ്ങളുടെ മാർച്ചിലാണ് നിങ്ങളുടെ ഇൻക്രിമെന്റ് ഡേറ്റ് എങ്കിൽ ആ മാർച്ച്
ഇപ്പം നമ്മൾ സപ്പോസ് മാർച്ച് 25-ാം തീയതി ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് ഇൻക്രിമെന്റ് കണക്കാക്കുമ്പോൾ മാർച്ച് 1 മുതൽ കണക്കാക്കും. എങ്ങനെയാണ് ഇത് കണക്കാക്കുന്നത്? ഈ ഗവൺമെന്റ് ഡിസിഷൻ വെച്ചിട്ടാണ്. ഗവൺമെന്റ് ഡിസിഷൻ അണ്ടർ റൂൾ 31, ഡിസിഷൻ നമ്പർ 1. ഇനി ഡിസിഷൻ നമ്പർ 2 എന്ന് ഉണ്ട്, ആ സാധനം ഒന്ന് പഠിച്ചിരിക്കാം. ഡിസിഷൻ നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റൂളിന്റെ എക്സെപ്ഷനാണ്. എല്ലാവരുടെയും ഇൻക്രിമെന്റ് 1-ാം തീയതി വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞു, അതിന്റെ എക്സെപ്ഷനാണ്. എന്താണ് എക്സെപ്ഷൻ എന്ന് ചോദിച്ചാൽ, പ്രൊബേഷൻ ഡിക്ലറേഷനോട് അനുബന്ധിച്ച് ഇൻക്രിമെന്റ് ആ ഡേറ്റ് വെച്ച് കൊടുക്കും. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇൻക്രിമെന്റ് കിട്ടണം, ആ ഇൻക്രിമെന്റ് ആ ഡേറ്റ് വെച്ചേ കൊടുക്കുള്ളൂ. ഇതാണ് രണ്ടാമത്തെ GD നമ്പർ 2 അണ്ടർ റൂൾ 31. ഇവിടെ ഒരു സംശയം വരാം. നമുക്ക് ഇൻക്രിമെന്റ്, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇൻക്രിമെന്റ് ഇപ്പോൾ സ്റ്റേറ്റിലാണ് പ്രശ്നം. 2 വർഷം കഴിയുമ്പോഴാണ് അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നത്. KSFയിൽ അതില്ല, 1 വർഷം കൊണ്ട് കിട്ടും. 2 വർഷം കഴിഞ്ഞ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ 1-ാമത്തെ വർഷം കഴിയുമ്പോൾ അവർക്ക് ഇൻക്രിമെന്റ് കൊടുക്കും. ഒരു ഇൻക്രിമെന്റ് കിട്ടും, ഫസ്റ്റ് ഇൻക്രിമെന്റ്. 2-ാമത്തെ ഇൻക്രിമെന്റ് 2-ാം വർഷം, ഇപ്പോൾ സപ്പോസ് മാർച്ചിൽ ജോയിൻ ചെയ്ത ഒരാൾ തന്നെ മാർച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ്, ഇപ്പോൾ 2020-ൽ ജോയിൻ ചെയ്ത ഒരാളുടെ ഫസ്റ്റ് ഇൻക്രിമെന്റ് വരുന്നത് 2021 മാർച്ചിൽ അയാൾക്ക് കിട്ടും. ഗവൺമെന്റ് സർവീസ് ആണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ഇല്ല, 1-ാമത്തെ ഇൻക്രിമെന്റ്. 2-ാമത്തെ ഇൻക്രിമെന്റ് വരുന്നത് ഓട്ടോമാറ്റിക്കലി മാർച്ച് 2022-ലാണ് വരേണ്ടത്. പക്ഷേ 2022 കൊടുക്കില്ല, അത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഡേറ്റ് വെച്ചേ കൊടുക്കുള്ളൂ. ഇപ്പോൾ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ജൂൺ മാസം 10-ാം തീയതി ഇരിക്കട്ടെ. അപ്പോൾ ഇയാളുടെ 1-ാമത്തെ ഇൻക്രിമെന്റ് അയാൾക്ക് മാർച്ച് 2021 കിട്ടിയാൽ പോലും 2-ാമത്തെ ഇൻക്രിമെന്റ് ജൂൺ 10-ാം തീയതി തൊട്ട് 2022 ജൂൺ 10-ാം തീയതിയെ കിട്ടും. ഇതാണ് ഈ GD നമ്പർ 2 പറയുന്നത്. ക്ലിയർ ആക്കാണെന്ന് വിചാരിക്കുന്നു. GD നമ്പർ 1 പറയുന്ന 1-ാം തീയതി കൊടുക്കണം. GD നമ്പർ 2 അതിനെതിരായിട്ട് പറഞ്ഞ എക്സെപ്ഷനാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇൻക്രിമെന്റ് ആ ഡിക്ലറേഷന്റെ ഡേറ്റ് വെച്ചേ കൊടുക്കും. ഡേറ്റ് ബാക്കിയെല്ലാം 1-ാം തീയതി. ഈ 2 റൂൾ പഠിച്ചിരിക്കുക. ഇത് രണ്ടും GD നമ്പർ 1 and 2 അണ്ടർ റൂൾ 31 സ്ഥിരമായി ചോദിച്ചുകൊണ്ടിരുന്ന ക്വസ്റ്റ്യൻ ആണ്. GD നമ്പർ 1-ഉം GD നമ്പർ 2-ഉം എന്തുകൊണ്ടാണ് 1-ാം തീയതി ശമ്പളം ഇൻക്രിമെന്റ് കൊടുത്തത്? ചിലപ്പോൾ ഒരു പ്രോബ്ലം ആയിട്ട് വന്നിട്ട് ഇൻക്രിമെന്റിന്റെ ഡേറ്റ് ചോദിക്കും. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, 1-ാം വർഷത്തെ ഇൻക്രിമെന്റ് ഒന്നും നോക്കണ്ട, ജോയിൻ ചെയ്ത മാസത്തിന്റെ 1-ാം തീയതി. 2-ാമത്തെ ഇൻക്രിമെന്റ് പറയുന്നത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തേ കിട്ടുള്ളൂ, അങ്ങനെ കിട്ടുന്നത് ആ ഡേറ്റ് വെച്ചേ കിട്ടുള്ളൂ. ഇത് 2. ഇനി ഇൻക്രിമെന്റിനെ പറ്റി വിശദമായിട്ട് പറയുന്നത് മുഴുവൻ റൂൾ 33-ലാണ്. റൂൾ 33 പാർട്ട് 1 KSR. ഈ റൂൾ 33 കൃത്യമായിട്ട് പഠിച്ചിരിക്കണം നമ്മൾ. റൂൾ 33-ല് ഇൻക്രിമെന്റ് എപ്പോഴൊക്കെ കിട്ടും എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം ഇൻക്രിമെന്റ് എപ്പോഴൊക്കെ കിട്ടിയല്ല എന്ന് പറയുന്നത്. എപ്പോഴൊക്കെയാണ് ഇൻക്രിമെന്റ് കിട്ടണത്, എപ്പോഴൊക്കെയാണ് ഇൻക്രിമെന്റ് കിട്ടാതെ വരുന്നത്, അല്ലെങ്കിൽ ഇൻക്രിമെന്റ് തള്ളിപ്പോകുന്നത് എപ്പോഴാണ്? സാധാരണ ഞാൻ പറഞ്ഞു 1-ാം തീയതി വെച്ച് കിട്ടണം. പ്രൊബേഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ 1-ാം തീയതി. ഈ പ്രൊബേഷൻ ഡിക്ലറേഷൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക. പ്രൊബേഷൻ ഡിക്ലറേഷൻ ജൂൺ 10, ഞാൻ അയാളുടെ കാര്യം പറഞ്ഞു, ജൂൺ 10 ആണെങ്കിൽ പോലും പിന്നീടുള്ള കൺസിക്വന്റ് ആയിട്ടുള്ള ഇൻക്രിമെന്റിന് ഇത് ബാധകനല്ല. അയാൾക്ക് മാർച്ച് വെച്ച് തന്നെ കിട്ടും. പഴയ ഇയാൾ ജോയിൻ ചെയ്ത ഡേറ്റ് വെച്ച് 1-ാം തീയതി തന്നെ വെച്ച് കിട്ടും. അതായത് 1-ാമത്തെ ഇൻക്രിമെന്റ് മാർച്ച് 2021 കിട്ടി. 2-ാമത്തെ ഇൻക്രിമെന്റ് ജൂൺ 10-ാം തീയതി 2022 ജൂൺ 10 വെച്ച് കിട്ടിയാലും 3-ാമത്തെ ഇൻക്രിമെന്റ് 23-ല് മാർച്ച് വെച്ച് തന്നെ കിട്ടും. ഇങ്ങനെയാണ് ബാക്കി കോൺസിക്വന്റ് ആയിട്ട് വരുന്ന ഇൻക്രിമെന്റിനെ അത് ബാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇൻക്രിമെന്റിന്റെ കാര്യത്തിൽ ഇതാണ് പറഞ്ഞ റൂള്. എങ്കിലും ഇൻക്രിമെന്റ് ചിലപ്പോഴൊക്കെ തള്ളിപ്പോകും. മാർച്ച് ജോയിൻ ചെയ്ത ഒരാൾക്ക് എല്ലാ വർഷവും മാർച്ചിൽ തന്നെ കിട്ടണം യഥാർത്ഥത്തിൽ. പക്ഷെ ഇൻക്രിമെന്റ് തള്ളിപ്പോകും. അഥവാ ഇൻക്രിമെന്റ് കിട്ടാത്ത പീരീഡ് നമ്മുടെ സർവീസിലുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പഠിച്ചാലേ ഉള്ളൂ റൂൾ 33 അറിയുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. റൂൾ 33ലേക്ക് പോവാം. ഒന്നാമത്, ഇൻക്രിമെന്റിന് പരിഗണിക്കുന്ന സർവീസുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കാര്യം, ഓൾ ഡ്യൂട്ടി പീരീഡ്സ്. ഡ്യൂട്ടി ചെയ്യുന്ന ഫുൾ പീരീഡും ഇൻക്രിമെന്റിന് പരിഗണിക്കും. ഡ്യൂട്ടി പീരീഡ്സ്. രണ്ടാമത്, ഓൾ ലീവ് പീരീഡ്സ് എക്സെപ്റ്റ് ലീവ് വിത്തൗട്ട് അലവൻസ് വിത്തൗട്ട് ദ സ്ട്രെങ്ത് ഓഫ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ്. ഒന്ന് വിശദീകരിക്കേണ്ടി വരും, കേൾക്കുമ്പോൾ ബോധക്കേട് വരണ്ട. ഒന്ന്, നമ്മൾ പറഞ്ഞ ഡ്യൂട്ടി ചെയ്ത പീരീഡ് മുഴുവൻ ഇൻക്രിമെന്റ് പരിഗണിക്കും. 2, ലീവ് പീരീഡ് മുഴുവൻ പരിഗണിക്കും. പക്ഷേ ഒരു എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്റ്റ് ലീവ് വിത്തൗട്ട് അലവൻസ്. എന്താണ് ഈ ലീവ് വിത്തൗട്ട് അലവൻസ്?
KSR ഒരു വാക്കാണ് LWA എന്ന് പറയും, ലീവ് വിത്തൗട്ട് അലവൻസ്. ഇത് വേറൊന്നും പേടിക്കണ്ട, നമ്മൾ മനോഹരമായിട്ട് റോമനെ പേര് വിളിക്കും, വേറൊന്നുമല്ല, ലോസ് ഓഫ് പേ. ലോസ് ഓഫ് പേ എന്ന് പറഞ്ഞ സാധനത്തിന്റെ KSRന്റെ പറഞ്ഞിരിക്കുന്ന വാക്കാണ് LWA, ലീവ് വിത്തൗട്ട് അലവൻസ്. അങ്ങനെ ലീവ് വിത്തൗട്ട് അലവൻസ് എടുത്താൽ ഇൻക്രിമെന്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ എത്ര ദിവസം ലീവ് എടുത്തോ അത്രയും ദിവസം ഇൻക്രിമെന്റ് തള്ളിപ്പോകും. രണ്ടാമത്തെ നിയമം. ഒന്നാമത്തെ ഡ്യൂട്ടി ചെയ്യണ പീരീഡ് ഇൻക്രിമെന്റിനെ പരിഗണിക്കും, രണ്ടാമത് ലീവ് എടുത്താൽ പരിഗണിക്കും. പക്ഷേ ലോസ് ഓഫ് പേ എടുക്കരുത്, എടുത്താൽ തള്ളിപ്പോകും. തള്ളിപ്പോകാതിരിക്കണം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. എന്ത് ചെയ്യണം? മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇതാണ് നിയമം. ഇങ്ങനെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ പോവാം, ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ ഈ KSR പഠിക്കുമ്പോൾ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, KSRന്റെ ഒറിജിനൽ ബുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. KSR ഗവൺമെന്റ് പബ്ലിഷ് ചെയ്യണം, ഗൈഡ് അല്ല ഞാൻ പറയണത്, KSRന്റെ ഒറിജിനൽ ബുക്ക്. ഈ ഒറിജിനൽ ബുക്കിനകത്ത് നമുക്ക് ഒരു കാര്യം അകത്ത് നോക്കി പറയാൻ പറ്റില്ല, കാരണം എക്സെപ്ഷൻസ് ഒക്കെ പലയിടത്ത് കിടക്കണം. ഇപ്പം ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു, ഡ്യൂട്ടി പരിഗണിക്കും, അതിനകത്ത് പ്രശ്നമില്ല, ലീവ് എടുത്താലും പരിഗണിക്കും എന്ന് പറയും ഇൻക്രിമെന്റിന്. പക്ഷെ അവിടെ ഒരു എക്സെപ്ഷൻ ഇപ്പോൾ പറഞ്ഞു, ലോസ് ഓഫ് പേ എടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം, കൊടുത്തില്ലെങ്കിൽ ഇൻക്രിമെന്റ് അത്രയും ദിവസം തള്ളിപ്പോകും. ഈ പറഞ്ഞ വാക്കിന് എക്സെപ്ഷൻ രണ്ടെണ്ണം KSR പറയണം. ഒന്നാമത്, ലോസ് ഓഫ് പേ എടുത്താലും മെറ്റേണിറ്റി ലീവിനോടനുബന്ധിച്ച 60 ദിവസം വരെയാണെങ്കിൽ നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട. അങ്ങനെ കൊടുക്കാതിരുന്നാലും നിങ്ങളുടെ ഇൻക്രിമെന്റ് തള്ളിപ്പോകില്ല. ശ്രദ്ധിച്ചിരിക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ പിള്ളേരെ കളിയൊക്കെ മാറി. ആദ്യത്തെ 2 ക്ലാസ് പിള്ളേരെ കളിയായിരുന്നു, അടുത്ത 3 ക്ലാസ്സും ഇപ്പോൾ സീരിയസ് ആയി വരികയാണ്. സീരിയസ് ആണ്, ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ലോസ് ഓഫ് പേ എടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ ഇൻക്രിമെന്റ് തള്ളിപ്പോകും. അങ്ങനെ തള്ളിപ്പോകും എന്ന് പറഞ്ഞതിന് എക്സെപ്ഷനാണ് പറയുകയാണ്, നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. ഒറ്റ കണ്ടീഷനിൽ, മെറ്റേണിറ്റി ലീവിനോട് അനുബന്ധിച്ചായിട്ട് 60 ദിവസം വരെയാണ് നിങ്ങളൊന്നും കൊടുക്കണ്ട. കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ ഇൻക്രിമെന്റ് തള്ളിപ്പോകില്ല. മെറ്റേണിറ്റി ലീവിനോടനുബന്ധിച്ച് വാക്കോർക്കണം, 60 ദിവസം. ഇവിടെ 2 കണ്ടീഷനുണ്ട്. മെറ്റേണിറ്റി ലീവിന് ഇൻകണ്ടിന്യൂഷൻ ആണ്. മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞ് ഒരു ദിവസം ഓഫീസിൽ വന്നിട്ട് പിന്നെ ലോസ് ഓഫ് എടുത്ത ഇത് ബാധകമല്ല. മെറ്റേണിറ്റി ലീവിന് അനുബന്ധിച്ച് തന്നെ 61 ദിവസം എടുത്താലും ഇത് ബാധകമല്ല. ഞാനിത് പറയാൻ കാര്യം ഒരിക്കൽ ഒരു ഇതുപോലെ പഠിച്ചുകൊണ്ടിരുന്ന, കാരണം ഒരു നമ്മുടെ KSFയിലല്ല, ഒരു വലിയ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ചോദിച്ച ഒരു സംശയമാണ്, വളരെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിക്കാണും. ഞാൻ 60 ദിവസത്തെ കണക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചത്, സാർ 62 ദിവസം എടുത്തു, സപ്പോസ് 62 ദിവസം എടുത്തു, മെറ്റേണിറ്റി ഇൻകണ്ടിന്യൂഷൻ ആണ് സാർ, 62 ദിവസം എടുത്തു, അപ്പോൾ എത്ര ദിവസം തള്ളിപ്പോൾ? 2 തള്ളുള്ളൂ എന്നാണ് അദ്ദേഹത്തിന് ചോദ്യം. ചോദിക്കുമ്പോൾ ശരി, 60 ദിവസം വരെ തള്ളിയാലെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ 62 എടുത്ത 2 തള്ളുള്ളൂ എന്ന് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകാം. പക്ഷെ അങ്ങനെയല്ല, 62 അല്ല 61 ആയാൽ പോലും മൊത്തം തള്ളിപ്പോകും, 61 തള്ളിപ്പോകും, അറിഞ്ഞിരിക്കുക. ഇൻകണ്ടിന്യൂഷൻ എന്ന വാക്കിനർത്ഥം ഞാൻ വീണ്ടും പറഞ്ഞു, ലോസ് ഓഫ് മെറ്റേണിറ്റി ലീവ് കഴിഞ്ഞിട്ട് ഓഫീസിൽ വരരുത്, വന്നുപോയാൽ ഇത് ബാധകമല്ല. ഏത്? പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. പറഞ്ഞിരിക്കുക. നമ്മൾ ലോസ് ഓഫ് ഇൻക്രിമെന്റ് തള്ളിപ്പോകാതെ, എല്ലാ ലീവ് പീരീഡിലും ഇൻക്രിമെന്റ് തള്ളിപ്പോകുകയില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒറ്റ കണ്ടീഷനിലേ തള്ളിപ്പോകുള്ളൂ, അതായത് ലോസ് ഓഫ് പേ എടുത്താൽ. ലോസ് ഓഫ് പേയുടെ വാക്ക് KSRലെ LWA. അങ്ങനെ ലോസ് ഓഫ് പേ എടുത്താൽ 60 ദിവസം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ തള്ളിപ്പോകില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല തള്ളിപ്പോകും. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്ട് തള്ളിപ്പോകാനുള്ള 2 സന്ദർഭം KSR പറയേണ്ട. ഒന്നാമത്തത്, മെറ്റേണിറ്റി ലീവിനോട് അനുബന്ധമായിട്ട് 60 ദിവസം വരെയാണെങ്കിൽ കുഴപ്പമില്ല. രണ്ടാമതൊരു സിറ്റുവേഷൻ കൂടെ KSRൽ പറയുന്നുണ്ട്. റൂൾ 91 അത് റൂളാണ്. 91 അത് വെച്ച് ലോസ് ഓഫ് എടുത്താലും ഇത് തള്ളിപ്പോകില്ല. എന്താണ് റൂൾ 91 വെച്ച് ആർക്കാണ് ലീവ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ, ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്. അവർക്ക് PG പഠിക്കാൻ, ഡോക്ടേഴ്സാണ് MBBS കഴിഞ്ഞ ഡോക്ടർക്ക് MD പഠിക്കാൻ, BSc B.Ed കാരന് MSc പഠിക്കാൻ, എഞ്ചിനീയർ BE-കാരന് അല്ലെങ്കിൽ B.Ed BTech കാരന് MTech പഠിക്കാൻ. അങ്ങനെ പോകുന്ന ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ടീച്ചേഴ്സ്, ഇവർക്ക് ലോസ് ഓഫ് പേ എടുത്ത് പഠിക്കാൻ പോവാം. അത് കൊടുക്കുന്ന ആ ലീവ് സാങ്ഷൻ ചെയ്യുന്ന റൂള് 91 A.
അങ്ങനെ എടുത്താൽ 91 ക്യാപിറ്റലെ വെച്ച് ലീവ് എടുത്താൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട, ഇൻക്രിമെന്റ് തള്ളില്ല, നോർമൽ ഡേറ്റ് തന്നെ ഇൻക്രിമെന്റ് കിട്ടും. കുഴപ്പത്തിലായി അല്ലേ? എനിക്കറിയാം നിങ്ങൾ കൺഫ്യൂഷനായി തുടങ്ങി. കാരണം KSR ഇതാണ് KSR. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറേശ്ശെ പീസ് മീൽ ഉണ്ടെങ്കിൽ തരുള്ളൂ എന്ന് പറഞ്ഞത്. ശരി, ഒന്നുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. എപ്പോഴൊക്കെ ഇൻക്രിമെന്റ് കിട്ടാൻ റൂൾ 33 വെച്ചിട്ട് ഇൻക്രിമെന്റ് കിട്ടുന്ന സമയങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. ഒന്ന് ഡ്യൂട്ടി ചെയ്യണ പീരീഡ് ഇൻക്രിമെന്റ് കിട്ടും, 2 ലീവ് എടുത്താലും കിട്ടും. കുഴപ്പം ലോസ് ഓഫ് പേ എടുക്കരുത്. അങ്ങനെ എടുത്താലും കുഴപ്പമില്ല, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഇങ്ങനെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്ന കണ്ടീഷൻ പറയുമ്പോൾ അതിന് 2 സ്ഥലത്ത് എക്സെപ്ഷൻ പറഞ്ഞു. ഒന്ന്, മെറ്റേണിറ്റി ലീവ് ഇൻ കണ്ടിന്യൂഷൻ ആണെങ്കിൽ 60 ദിവസം വരെ എടുത്തോ, കുഴപ്പമില്ല. ടീച്ചേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഡോക്ടർ 91A വെച്ച് ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആയല്ലോ? ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത, അപ്പോൾ ഇൻക്രിമെന്റിന് പരിഗണിക്കുന്ന സമയങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെപ്യൂട്ടേഷൻ പീരീഡ്. എന്താ ഡെപ്യൂട്ടേഷൻ? നിങ്ങൾക്ക് അറിയാം, KSFയിൽ നിന്ന് പലരും ഡെപ്യൂട്ടേഷൻ പലയിടത്തും പോകാറുണ്ട്. അങ്ങനെ ഡെപ്യൂട്ടേഷൻ പോകാം പലയിടത്തുനിന്നും. ഇപ്പോൾ റവന്യൂവിൽ നിന്ന് നമ്മുടെ ഡെപ്യൂട്ടി തഹസിൽദാർമാർ ഇവിടെ RR വന്നിരിപ്പുണ്ട്. അങ്ങനെ വരുന്നതിനാണ് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് തന്നെ ഓരോ സ്ഥലത്തേക്ക് വിടുകയാണ്. അങ്ങനെ പോകുന്നവർക്ക് അവിടെ ഇരിക്കുന്ന പീരീഡ് ഇൻക്രിമെന്റ് കിട്ടും. ഒറ്റ കണ്ടീഷൻ ഉണ്ട്, ഇവരുടെ ലീവ് സാലറി കോൺട്രിബ്യൂഷനും പെൻഷൻ കോൺട്രിബ്യൂഷനും ആ സ്ഥാപനം അടയ്ക്കണം. 15, 10, 25% സ്കെയിൽ ഓഫ് പേയുടെ 15, 10, 25% എവിടെയാണോ ചെന്നിരിക്കുന്നത് ആ സ്ഥാപനം അടയ്ക്കണം. അങ്ങനെ അടച്ചാൽ അവർക്ക് ഇൻക്രിമെന്റ് ആ പീരീഡും കൂടെ കിട്ടും. അല്ലെങ്കിൽ അത്രയും പീരീഡ് സർവീസ് കൂട്ടിയാൽ. ഇപ്പോൾ ഡെപ്യൂട്ടേഷൻ ഒന്നാമത് പറഞ്ഞത് ഡ്യൂട്ടി പീരീഡ്, 2 ലീവ് പീരീഡ്, അതിൻ്റെ എക്സംഷൻസ് ഒക്കെ പറഞ്ഞു, 3 ഡെപ്യൂട്ടേഷൻ പീരീഡ്. നാലാമത് പറയണത് നമ്മുടെ പ്രൊഫഷണൽ സർവീസ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. അതായത് പഴയ ഒരു പ്രൊഫഷണൽ സർവീസാണ് പണ്ട് 90 ഇതിൽ വരുന്നത്. അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല, നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലാത്തതാണ്. 94 മുമ്പ് 10 മാസം മുമ്പ് വരുന്ന പ്രൊഫഷണൽ സർവീസ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ, റെഗുലറൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ടെന്നുള്ളത് നമുക്കിപ്പോൾ ആവശ്യമില്ല, അത് വിട്ടു. ഇനി അടുത്തത് ഇപ്പോൾ പറഞ്ഞു വന്നിരിക്കുന്നത് നമ്മൾ ഇൻക്രിമെന്റ് കിട്ടുന്ന സമയങ്ങളാണ്. അടുത്ത വരുന്നത് ഡൈസോൺ പീരീഡ്. ഡൈസോൺ പീരീഡ് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാം, ഡൈസോൺ എന്ന് പറഞ്ഞാൽ ഒന്നും ശമ്പളം കിട്ടില്ല. പക്ഷേ അറിഞ്ഞിരിക്കുക, ഡൈസോൺ പീരീഡ് ഇൻക്രിമെന്റ് പരിഗണിക്കും. ഇൻക്രിമെന്റ് പരിഗണിക്കുന്ന ഒരു സമയമാണ് ഡൈസോൺ പീരീഡ്. 1 ഡ്യൂട്ടി പീരീഡ്, 2 ലീവ് പീരീഡ്, 3 ഡെപ്യൂട്ടേഷൻ പീരീഡ്, 4 ഡൈസോൺ. ഇതൊക്കെ ലീവിന് പരിഗണിക്കും. അടുത്തത് നമ്മുടെ ഫീഡർ കാറ്റഗറി എന്ന് വെച്ചാൽ ലോവർ പോസ്റ്റിൽ സർവീസ് പരിഗണിക്കും. വളരെ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഒരു അസിസ്റ്റന്റ് മാനേജറായി കയറി, അയാൾക്ക് മാർച്ചിലായിരുന്നു അയാളുടെ ഇൻക്രിമെന്റ് എന്നിരിക്കട്ടെ. അയാൾ മാർച്ചിന് തൊട്ട് മുമ്പ് ഒരു ഫെബ്രുവരിയിൽ ഇയാൾ പ്രൊമോഷനായിപ്പോയി. അപ്പോൾ ഇയാൾ കഴിഞ്ഞ ഫെബ്രുവരി വരെ ഇരുന്നത് താഴത്തെ പോസ്റ്റിലാണ്. ആ താഴത്തെ പോസ്റ്റിലെ സർവീസും കൂടെ അസിസ്റ്റന്റ് മാനേജർ ആകുമ്പോഴത്തേക്കും ഇൻക്രിമെന്റ് പരിഗണിക്കുക. എന്ന് വെച്ചാൽ അയാളുടെ ഇൻക്രിമെന്റ് തള്ളിപ്പോകില്ല എന്ന്, പ്രൊമോഷൻ കിട്ടിയുണ്ട്. ഇത്രയും പീരീഡാണ് നമുക്ക് ഇൻക്രിമെന്റിന് പരിഗണിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് നോക്കാം. 1 ഡ്യൂട്ടി പീരീഡ്, 2 ലീവ് പീരീഡ്, 3 ഡെപ്യൂട്ടേഷൻ പീരീഡ്, 4 ഡൈസോൺ പീരീഡ്, 5 പ്രൊഫഷണൽ സർവീസ്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ 6ാമത്തെ ഫീഡർ കാറ്റഗറി എന്ന് വെച്ചാൽ താഴത്തെ പോസ്റ്റിലെ സർവീസ്. ഇത്രയും സാധനങ്ങൾ ലീവിന് പരിഗണിക്കും, ഇൻക്രിമെന്റിന് പരിഗണിക്കും. അപ്പോൾ ഞാൻ എക്സെപ്ഷൻസ് ഒക്കെ പറഞ്ഞു, അതൊന്നുകൂടെ ഓർത്തിരിക്കുക. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോണത് ഈ ഇൻക്രിമെന്റിന് പരിഗണിക്കാത്ത പീരീഡുകളാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പോകാം. ഇതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും, എനിക്കറിയാം, ഉറപ്പാണ്. കുഴപ്പത്തിലായിട്ടുണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കുക. KSR ഇതാണ്, അതുകൊണ്ടാണ് പീസായിട്ട് ഇടുന്നത്. ഓക്കെ.